Good morning to all. Good morning, ma'am. Good morning. Good morning, miss. എന്റെ പേര് ആതിര എന്നാണ്. അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ടില് എഴുതി വെക്കുക. ആതിര എന്നാണ് എന്റെ പേര്. അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്റെ ഫസ്റ്റ് ക്ലാസ് അല്ലേ നിങ്ങളുടെ? Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. ഓക്കെ, എഴുതുക. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തിനെ പറ്റിയായിരിക്കും നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിക്കാൻ പോകുന്നത്? എന്തിനെ കുറിച്ചായിരിക്കും? ഹോസ്പിറ്റൽ റിസപ്ഷൻ ആണോ? Hospital. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ പഠിക്കുന്നേ കോഴ്സ് അല്ലെ? അപ്പോ ഹോസ്പിറ്റൽ എന്താണെന്ന് ആദ്യം അറിയണം അല്ലെ? എന്താണ് ഹോസ്പിറ്റൽ എന്താണെന്ന് ആദ്യം അറിയണം അല്ലെ? അപ്പോ ആദ്യം നമുക്ക് ഹോസ്പിറ്റലിന്റെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ പഠിക്കാനായിട്ട്. അപ്പോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററില് ഹോസ്പിറ്റൽസിനെ പറ്റിയാണ്. അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡ് ഏത് വേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നു എന്നുള്ളത്, അതിന്റെ മീനിങ്സ് എന്താണെന്ന് ഉള്ളത്, പിന്നെ കുറച്ച് ഹോസ്പിറ്റലിനെ കുറിച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് ആദ്യം പറയുന്നത്? ദ ഇംഗ്ലീഷ് വേർഡ്സ്. ഏതൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ്? ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, ആൻഡ് ഹോസ്പൈസ്. എന്താണ് ഹോസ്പൈസ് എന്ന് പറയുന്ന വേർഡ്? അറിയോ ആർക്കെങ്കിലും? ഹോസ്പൈസ് ആരെങ്കിലും ഒരാള് അറിയാവുന്ന ആരെങ്കിലും ഒരാൾ പറയാമോ എന്താണ് ഹോസ്പൈസ്? കേട്ടിട്ടുണ്ടോ? പരിചരിക്കുവാണോ മാം? പരിചരണം തന്നെയാണ്, ശരിയാണ്. പരിചരണം തന്നെയാണ്. പക്ഷെ എങ്ങനെയുള്ള രോഗികളെയാണ്? കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയാം. പാലിയേറ്റീവ് കെയർ പോലെയുള്ളവയാണ് ഹോസ്പൈസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഏതൊക്കെ വേർഡ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്റ്റൽസ്, ഹോസ്റ്റൽസ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പൈസ്. ഓക്കെ, അപ്പൊ ഏതാണ് ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ്? ഈ 4 വേർഡ്സും all are according to etymology. Etymology എന്ന് പറഞ്ഞാൽ എന്താണ്? etymology? എന്താണ് etymology? അറിയില്ല. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യാം. Etymology is the study of origin of. Etymology is the study of origin of words and their meanings. Etymology is the study of origin of words and their meanings. Okay? Etymology is the study of origin of words and their meanings. Okay?
അപ്പൊ എന്താണ് എറ്റിമോളജി? ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ് അല്ലെ? വാക്കുകളുടെ ഉത്ഭവത്തെ കുറിച്ചും അവയുടെ അർത്ഥങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത്? എറ്റിമോളജി എന്ന് പറയുന്നത്. എന്താണ്? വാക്കുകളുടെ ഉത്ഭവത്തെ കുറിച്ചും അവയുടെ അർത്ഥങ്ങളെ കുറിച്ചും പഠിക്കുന്നതിനെയാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എറ്റിമോളജി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇപ്പൊ ഹോസ്പിറ്റൽസ് ആവാം, ഹോട്ടൽസ് എന്ന വേർഡ് ആവാം, ഹോസ്റ്റൽസ് എന്ന വേർഡ് ആവാം, ഹോസ്പൈസ് എന്ന വേർഡ് ആവാം. എല്ലാത്തിനും എന്തുണ്ട്? ആ ഒരു വേർഡിന് അതിൻ്റെതായ ഒറിജിൻ ഉണ്ട് അല്ലെ? അത് ഏത് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ എന്താണ് എറ്റിമോളജി പ്രകാരം ഈ വേർഡ്സ് എല്ലാം എറ്റിമോളജി പ്രകാരം എന്ത് വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? റിലേറ്റഡ് ടു ദ ലാറ്റിൻ നൗൺ ഹോസ്പ്സ്. ഹോസ്പ്സ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ നൗണിൽ നിന്നുമാണ് എന്ത് ഈ ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ് ഈ 4 വേർഡ്സിന്റെയും ഒറിജിൻ എന്ന് പറയുന്നത് ഏത് വേർഡിൽ നിന്നുമാണ്? ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പ്സ് എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ്? ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ് അല്ലെ? ഈ 4 വേർഡ്സും എറ്റിമോളജി പ്രകാരം അതെന്താണ്? എറ്റിമോളജി ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ് അല്ലെ? അതായത് വാക്കുകളുടെ ഉത്ഭവത്തെയും അവയുടെ അർത്ഥങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനെയാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പോ ഈ വാക്കുകളുടെ എല്ലാം ഉത്ഭവം അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് ഏത് വേർഡിൽ നിന്നുമായിരുന്നു? ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്റ്റ്സ് എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ്. ഇനി ഈ ഹോസ്റ്റ്സ് എന്ന് പറയുന്ന വേർഡ്, ആ വേർഡിന് കുറച്ച് മീനിങ്സ് ഉണ്ട്. A word having the opposite meaning, a guest or a visitor, and one who provides lodging or entertainment for a guest or visitor, or otherwise a place where guest is received. അപ്പോ ഈ ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്റ്റ്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്സ് ആണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ മീനിങ് എന്താണ്? എ ഗസ്റ്റ് ഓർ എ വിസിറ്റർ, അതായത് ഒരു അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്നർത്ഥം വരുന്നു. And one who provides lodging or entertainment for a guest or visitor. എന്താണ്? ഒരു അതിഥിക്കോ ഒരു സന്ദർശകനോ എന്തൊക്കെ നൽകുന്നു? ലോഡ്ജിങ്, താമസമോ, എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിനോദമോ നൽകുന്ന ഒരാളെന്നും അർത്ഥം വരുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ഇപ്പൊ 2 മീനിങ്സ് പറഞ്ഞത്? എ ഗസ്റ്റ് ഓർ എ വിസിറ്റർ, എന്താണ്? ഒരു അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്നർത്ഥം വരുന്നു. രണ്ടാമത്തെ മീനിങ് എന്താ പറഞ്ഞത്? one who provides lodging or entertainment for a guest or visitor. ഒരു അതിഥിക്കോ സന്ദർശകനോ താമസമോ വിനോദമോ നൽകുന്ന ഒരാൾ എന്നും അർത്ഥം വരുന്നു. കൂടാതെ മറ്റൊരർത്ഥം വരുന്നത് എന്താണ്? എ പ്ലേസ് വേർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്, അതായത് എന്താണ്? അതിഥിയെ സ്വീകരിക്കുന്ന ഇടം എന്നും അർത്ഥം വരുന്നു. അപ്പൊ ഇവിടെ 3 മീനിങ്സ് നമ്മൾ നോക്കിയില്ലേ? ഏതുമായി ബന്ധപ്പെട്ടതാണ് ഈ 3 മീനിങ്സ്? ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്റ്റ്സ് എന്ന് പറയുന്ന വേർഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പൈസ് ഈ 4 ഇംഗ്ലീഷ് വേർഡ്സിന്റെയും ഒറിജിൻ എന്ന് പറയുന്നത് ഏത് വേർഡിൽ നിന്നുമാണ്? ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്റ്റ്സ് എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ്. ക്ലിയർ ആയോ? ഈ ഹോസ്റ്റ്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പറയുന്ന മീനിങ് ഏതാണ്? എ ഗസ്റ്റ് ഓർ എ വിസിറ്റർ, അതായത് ഒരു അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ മീനിങ് എന്താ? വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് or entertainment for a guest or visitor, അതിഥിക്കോ സന്ദർശകനോ താമസമോ വിനോദമോ നൽകുന്ന ഒരാളെന്നും അർത്ഥം വരുന്നു. And a place where guest is received, അല്ലെങ്കിൽ എന്താണ് മീനിങ് വരുന്നത്? സന്ദർശകൻ അല്ലെങ്കിൽ അതിഥിക്ക് എന്താണ്? അതിഥിക്ക് എന്ത് നൽകുന്നു? എ പ്ലേസ് വേർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്, അതിഥിയെ സ്വീകരിക്കുന്ന അല്ലെ? അത് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന ഇടമെന്നും അർത്ഥം വരുന്നു. ഓക്കെ, ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? അടുത്തത് എന്താണ് പറയുന്നത് നോക്കാം. From its gradual evolution through the 18th and 19th centuries. അപ്പോ 18th and 19th centuries ആയപ്പോ അവിടെ ഒരു ഗ്രാജുവൽ എവല്യൂഷൻ നടന്നു. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണാമം, അല്ലെ? അപ്പോ അവിടെ 18th and 19th century ആയപ്പോ അവിടെ ഒരു ഗ്രാജുവൽ എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്രമാനുഗതമായ പരിണാമം സംഭവിക്കുകയും the hospitals in the eastern and western world has come of age only newly during the past 15 years. Also, the concept of today's hospitals contrasting basically from the old idea of a hospital as no more than a place for the treatment of the sick. അപ്പോ ഇത്രയും പറയുന്നത് എന്താണ്? അതായത് 18th 19th centuries ആയപ്പോ അവിടെ ഒരു ഗ്രാജുവൽ എവല്യൂഷൻ നടന്നു. എവിടെ? ഹോസ്പിറ്റൽ മേഖലയില് ഒരു ഗ്രാജുവൽ എവല്യൂഷൻ. എന്താണ് ഗ്രാജുവൽ എവല്യൂഷൻ എന്ന് പറയുന്നത്? എന്താണ് ഗ്രാജുവൽ എവല്യൂഷൻ? ഒരു ക്രമാനുഗതമായ പരിണാമം സംഭവിക്കുകയും ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡിലെ ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരുന്നു? അവര് കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരുന്ന പഴയ രീതിയിലുള്ള പഴയ ഹോസ്പിറ്റൽ കോൺസെപ്റ്റുകളും ഐഡിയാസും പോലെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അന്നത്തെ കാലത്ത് ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒരു മെഡിക്കൽ കെയറോ അല്ലെങ്കിൽ ഒരു ചികിത്സ നൽകുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളോ ജസ്റ്റ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരു സെന്റർ മാത്രമായിരുന്നു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള രോഗിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ജസ്റ്റ് ഒരു സെന്റേഴ്സ് മാത്രമായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിനെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ആശയങ്ങളും പുതിയ കോൺസെപ്റ്റുകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തായി ഹോസ്പിറ്റലുകൾ എന്താണ് ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്രമാനുഗതമായി അവിടെ ഒരു വളർച്ച ആ ഫീൽഡുകളിൽ ഉണ്ടാവുകയും പുതിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവാനും തുടങ്ങി. ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ് 18th 19th centuries ആയപ്പോ അവിടെ ഒരു ഗ്രാജുവൽ എവല്യൂഷൻ അല്ലെങ്കിൽ ക്രമാനുഗതമായ പരിണാമം സംഭവിക്കുകയും എന്താണ് പഴയ 10-50 എവിടെയാണ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡിലെ ഹോസ്പിറ്റലുകളില് അവർ 10-50 വർഷങ്ങളായിട്ട് തുടർന്നു പോന്നിരുന്ന പഴയ രീതികളിലേക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഹോസ്പിറ്റലുകൾ ജസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റിനെ മാറ്റി അവിടെ എന്താണ് ഹോസ്പിറ്റലുകളില് കുറെ അധികം ഫെസിലിറ്റീസ് കൊണ്ടുവരികയും കുറെ അധികം ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഓക്കെ, currently the hospitals are not just seen as a healing centers. അപ്പോ നിലവില് നമ്മുടെ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഹീലിംഗ് സെന്റേഴ്സ് അല്ലെങ്കിൽ രോഗശമനം നൽകുന്ന കേന്ദ്രങ്ങൾ മാത്രമായിട്ടാണോ ആക്ട് ചെയ്യുന്നത്? അല്ല, അല്ലെ? ബട്ട് ഓൾസോ ആസ് എ പ്ലേസ് that actually promote healthful living. കൂടാതെ എങ്ങനെയാണ് ഇപ്പോ ജസ്റ്റ് ഹീലിംഗ് സെന്റേഴ്സ് ആയിട്ട് മാത്രമല്ല ഹോസ്പിറ്റലുകളിൽ നിൽക്കുന്നത്, മറിച്ച് എങ്ങനെയായിരിക്കും ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിങ്. അതായത് ഒരു മനുഷ്യന്റെ ആരോഗ്യകരമായിട്ടുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള അവരുടെ ജീവിത പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് ഈ ഹോസ്പിറ്റലുകൾ ഇന്ന് മാറി. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? നിലവില് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഹീലിംഗ് സെന്റേഴ്സ് എന്നൊരു കോൺസെപ്റ്റിൽ മാറി അവിടെ എന്താണ് അത് ആരോഗ്യപരം, അതായത് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ പരിചരണം ഒരു വ്യക്തിക്ക് നൽകുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനായിട്ട് ഇപ്പോഴത്തെ ഹോസ്പിറ്റലുകൾ മാറി. Then the general public would prefer to visit hospital that offers many facilities rather than going to a hospital that only satisfy to the patient's care. എന്താണ് ഇപ്പോ നമ്മുടെ പൊതുജനങ്ങൾക്ക് എങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകാനായിരിക്കും താല്പര്യം? അതായത് പേഷ്യന്റിന്റെ കെയറിനെ മാത്രം അല്ലെങ്കിൽ രോഗി പരിചരണം മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പോകുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം എങ്ങനെയായിരിക്കും? എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലുകളിൽ പോകാൻ തന്നെയായിരിക്കും ആർക്കിഷ്ടം? പൊതുജനങ്ങൾക്ക് താല്പര്യം, അല്ലെ?
അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് മൂലം the image of the hospitals gradually became good. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഫീൽഡിൽ വന്നതോടുകൂടി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ആ ഹോസ്പിറ്റലിനെ പറ്റിയൊരു ചിത്രം എന്ന് പറയുന്നത് എങ്ങനെയായി മികച്ചതായി മാറിയതാണ്, ബിക്കേം ഗുഡ് ആയി മാറി. ഓക്കെ, ആൻഡ് they are being arisen again from just being the centers for medical care and treatment to a facility providing comprehensive, preventive, curative and rehabilitation services. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് മെഡിക്കൽ കെയറുകള് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനുള്ള ജസ്റ്റ് സെന്റേഴ്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറി എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളായി മാറി എന്നാണ് പറയുന്നത്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരുന്നു? ഫെസിലിറ്റി പ്രൊവൈഡിങ് കോംപ്രഹെൻസീവ് സമഗ്രവും, പ്രിവെന്റീവ് രോഗപ്രതിരോധവും, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ രോഗശമനവും, ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ് പുനരധിവാസ സേവനങ്ങളും നൽകുന്ന ഇത്രയധികം ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്? കോംപ്രഹെൻസീവ് സമഗ്രവും, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ പ്രതിരോധം അല്ലെ രോഗപ്രതിരോധവും, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ രോഗശമനവും, ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ് പുനരധിവാസ സേവനങ്ങളും നൽകുന്ന അത്രയും ഫെസിലിറ്റീസ് നൽകുന്ന ഹോസ്പിറ്റലുകളായി ഇന്ന് കാണുന്ന ഹോസ്പിറ്റലുകളായിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടോ? ഈ റീഹാബിലിറ്റേഷൻ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഹാബിലിറ്റേഷൻ സർവീസസ് ഇത് നോട്ട് എങ്ങനെയാണ് എഴുതണ്ട്? ഇതിന് നോട്ടായിട്ട് വേണോ? നോട്ടല്ല, നിങ്ങൾ ജസ്റ്റ് അറിയാത്ത വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇത് നമ്മൾ പഠിക്കാൻ എങ്ങനെ? ഇത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാനാ? നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ? ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയൊക്കെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ? എന്താണ് ചെയ്യേണ്ടത് നമുക്ക്? ഞാൻ 1 വീക്ക് ക്ലാസ് കണ്ടില്ലായിരുന്നു, അതാണ് ഞാൻ ഇന്നാ ജോയിൻ ചെയ്തത്. കാണാത്തവര് ആദ്യം ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോയി കാണാട്ടോ, അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലെക്ചർ നോട്ടുകൾ എഴുതിയെടുക്കാം ക്ലാസ്സിൽ. ഞാനിപ്പോ ക്ലാസ്സിൽ ഇപ്പൊ എറ്റിമോളജി എന്താണെന്ന് പറഞ്ഞു തന്നില്ലേ, അതുപോലെയുള്ള ലെക്ചർ നോട്ടുകൾ ഉണ്ടാവും. അത് നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ആ ഓരോ ക്ലാസ്സിൽ തന്നെ ആയിരിക്കും പറയുക, അല്ലാതെ സെപ്പറേറ്റ് ഇവിടുന്ന് നോട്ട്സ് ആയിട്ട് അയച്ചു തരില്ല. ഈ നോട്ട്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ അത് കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾ എടുത്ത് കയ്യിൽ വെക്കുക. അപ്പൊ ഓരോ ടീച്ചേഴ്സ് വരുമ്പോ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട്. ഓക്കെ, ഇതില് പറയുന്ന വേർഡ്സിന്റെ മീനിങ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കാം. ഓക്കെ, അടുത്ത പോർഷനിലോട്ട് പോയിക്കോട്ടെ. ഇപ്പോ എന്താണ് റീഹാബിലിറ്റേഷൻ സർവീസസ്? ഹലോ മാം. പുനരധിവാസ സേവനം. പുനരധിവാസ സേവനങ്ങളാണ്. അതിനൊരു എക്സാമ്പിൾ പറയോ? പുനരധിവാസ സേവനങ്ങൾക്ക് അറിയോ ആർക്കെങ്കിലും? ഡി അഡിക്ഷൻ സെന്റേഴ്സ് കേട്ടിട്ടുണ്ടോ? ഡി അഡിക്ഷൻ സെന്റേഴ്സ് അല്ലേ? ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ ഈ റീഹാബിലിറ്റേഷൻ സർവീസിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. മാമിന്റെ പേരെന്ന് പറയോ? ആതിര. ഓക്കെ, അടുത്ത പോർഷനിലേക്ക് പോവാം. ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പൊ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള നിർവചനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. എന്താണ് ഡെഫിനിഷൻ ഹോസ്പിറ്റലില്? ആദ്യത്തെ എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് providing medical and surgical treatment and nursing care for any ill or injured people. എന്താണ്? രോഗബാധിതരോ പരിക്കേറ്റവരോ ആയ രോഗികൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ നൽകുന്നു, സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ നൽകുന്നു, ആൻഡ് നഴ്സിംഗ് കെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽസ്. എന്താണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്? എന്താണ്? രോഗബാധിതരോ പരിക്കേറ്റവരോ ആയ രോഗികൾക്ക്
മെഡിക്കൽ ട്രീറ്റ്മെന്റുകളും സർജിക്കൽ ട്രീറ്റ്മെന്റുകളും നേഴ്സിംഗ് കെയറുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു ഡെഫിനേഷൻ ആണ്. ഫസ്റ്റ് ഡെഫിനേഷൻ പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, അതൊരു സ്ഥാപനമാണ്. that make use of physicians, surgeons and team of technical staff. എന്താണ്? ആരുടെയൊക്കെ ഉപയോഗിക്കുന്നു ഈ സ്ഥാപനം? ആരെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫിസിഷ്യൻസിനെ ഉപയോഗിച്ചുകൊണ്ട്, സർജൻസിനെ ഉപയോഗിക്കുന്നു, ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് അല്ലെ. ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഹോസ്പിറ്റലില്. ഇതിന് വേണ്ടിയിട്ട് ഓരോ രോഗികൾക്കും ട്രീറ്റ്മെന്റുകൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്യുപ്മെന്റ്സും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ടെക്നീഷ്യൻസും ഉണ്ട്. അപ്പൊ ആ ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകളെയും ഫിസിഷ്യൻസിനെയും സർജൻസിനെയും എല്ലാവരെയും യൂസ് ചെയ്തുകൊണ്ട് എന്തിനാണ് ഇവർ യൂസ് ചെയ്യുന്നത്? In order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്? ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ്. ഏതൊക്കെയാണ്? ഡയഗ്നോസിസ് അല്ലെ, രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട്, ആൻഡ് തെറാപ്പി അല്ലെ, തെറാപ്പികൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, റീഹാബിലിറ്റേഷൻ പുനരധിവാസ സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാവാം, പ്രിവെൻഷൻ അതായത് എന്താണ്? രോഗ ശമനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗപ്രതിരോധം നൽകാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ അല്ലെ, പല രോഗങ്ങളെ പറ്റിയും പഠനങ്ങൾ നടത്തണം അല്ലെ, അങ്ങനെയുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ റിസർച്ചുകൾ എന്താണ്? രോഗങ്ങളെ കുറിച്ചും രോഗകാരണങ്ങളെ കുറിച്ചുമുള്ള ഗവേഷണങ്ങൾ നടത്താനുമാവാം. ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഉപയോഗിക്കുന്നു ഈ സ്ഥാപനം? ആരൊക്കെ ഉപയോഗിക്കണേ? ഫിസിഷ്യൻസിനെ ഉപയോഗിക്കുന്നു, സർജൻസിനെ ഉപയോഗിക്കുന്നു, ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകളെയും ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ജനങ്ങൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു? രോഗനിർണയം അല്ലെ, ഡയഗ്നോസിസ് നൽകുന്നു, തെറാപ്പികൾ നൽകുന്നു, റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസ സേവനങ്ങൾ നൽകുന്നു, പ്രിവെൻഷൻ എന്താണ്? രോഗപ്രതിരോധ മാർഗങ്ങൾ നൽകുന്നു, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്താണ്? രോഗങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും ഫെസിലിറ്റീസ് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാപനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഇത്രയും ഫെസിലിറ്റീസ്. അപ്പൊ അങ്ങനെ ഇത്രയും ഫെസിലിറ്റീസ് നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്നാണ് ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, professionally and technically skilled people apply their knowledge and skill with the help of complicated equipment and appliances to provide quality care for the patient. എന്താണ്? എപ്പോഴും ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കും? പ്രൊഫഷണൽ ടെക്നിക്കലി ആയിട്ട് ആൻഡ് പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളായിട്ട് വരുന്നത്. അപ്പോ അങ്ങനെ പ്രൊഫഷണലി ആയിക്കോട്ടെ ടെക്നിക്കലി ആയിക്കോട്ടെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ നോളജ്, അവരുടെ അറിവും, അവരുടെ സ്കിൽ എന്താണ്? അവരുടെ വൈദഗ്ധ്യവും അവരുടെ ആ തൊഴിലിലുള്ള അവരുടെ സ്കില്ലും എന്തിനുപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ് ആൻഡ് അപ്ലയൻസസ്. അതായത് ഹോസ്പിറ്റലിൽ ഒരുപാട് എക്യുപ്മെന്റ്സും അപ്ലയൻസസും ഉണ്ട് അല്ലെ. അപ്പൊ അവരുടെ ഇങ്ങനെയുള്ള ടെക്നിക്കലി ആൻഡ് പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകള് അവരുടെ സ്കില്ലും അവരുടെ നോളജും ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളിലും അപ്ലയൻസസുകളിലും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ പേഷ്യന്റ് അല്ലെങ്കിൽ രോഗിക്ക് ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാം അല്ലെ, ഒരു ഗുണവത്തായിട്ടുള്ള ഒരു പരിചരണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടെക്നിക്കലി ആൻഡ് പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നിയമിക്കുന്നത് ഹോസ്പിറ്റലിൽ. ഓക്കെ, ഒന്നുകൂടി പറയാം. പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകള് അവരുടെ നോളജ്, അവരുടെ അറിവും അവരുടെ സ്കില്ലും അവരുടെ ആ തൊഴിലിലെ വൈദഗ്ധ്യവും എന്തിലുപയോഗിക്കുന്നു? അവരുടെ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവിടെയുള്ള എക്യുപ്മെന്റ്സുകളിലും അപ്ലയൻസസുകളിലും ഒക്കെ അവരുടെ ഈ നോളജും സ്കില്ലും ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനൊരു എന്താണ്? ഒരു ക്വാളിറ്റി കെയർ, ഒരു ഗുണവത്തായിട്ടുള്ള ഒരു പരിചരണം നൽകുന്നു. അങ്ങനെയാണ് ഹോസ്പിറ്റലുകളിൽ ഒരു എന്താണ് ടെക്നിക്കൽ സ്റ്റാഫുകൾ പെർഫോം ചെയ്യുന്നത്. Then hospital is a place for the diagnosis and treatment of human ills and bringing back of health and well-being of these temporarily
prevented from enjoying this. അപ്പോ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ജനറലി നമുക്ക് ഇങ്ങനെ പറയാം, അത് എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ്. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നാൽ ആ പേഷ്യന്റിന്റെ രോഗനിർണയം നടത്താനും അതിന് വേണ്ടതായിട്ടുള്ള ചികിത്സകൾ നൽകുകയും ഹോസ്പിറ്റൽ ചെയ്യുന്നു, അല്ലെ? ഇനി അങ്ങനെ ചികിത്സകൾ നൽകിയതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല. ആ പേഷ്യന്റ് എങ്ങനെയായിരിക്കണം? അവരുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സഹായിക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ്, അല്ലെ? ആരോഗ്യ പരിചരണവും അവർ എങ്ങനെയായിരുന്നു, നോർമൽ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, അതുപോലെ അവരുടെ ആരോഗ്യം എങ്ങനെയാണോ ആ ആരോഗ്യ പരിചരണവും ആരോഗ്യ സ്ഥിതിയും തിരിച്ച് ബാക്കിലേക്ക് ആദ്യത്തെ പോലെ തന്നെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസും ഇപ്പോഴത്തെ ഹോസ്പിറ്റലുകളിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽസിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അതായത് രോഗബാധിതരോ പരിക്കേറ്റവരായ രോഗികൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റുകള്, സർജിക്കൽ ട്രീറ്റ്മെന്റുകള്, നേഴ്സിംഗ് കെയറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു നമ്മൾ ആദ്യമായിട്ട്. രണ്ടാമത് എന്താണ് ഒരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞത്? എന്താണ്? ഇതൊരു സ്ഥാപനമാണ്, അല്ലെ? ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ സ്ഥാപനം എന്തൊക്കെയാണ് നൽകുന്നത്? ആരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്? ഫിസിഷ്യൻസിനെ ഉപയോഗിച്ചുകൊണ്ട്, സർജൻസിനെ ഉപയോഗിച്ചുകൊണ്ട്, ആ ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകളുണ്ട്, അല്ലെ? ടെക്നിക്കൽ സ്റ്റാഫ് ടീം ഉണ്ട്. അവരെയും ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡയഗ്നോസിസ് പ്രൊവൈഡ് ചെയ്യുന്നു, തെറാപ്പീസ് കൊടുക്കുന്നു, റീഹാബിലിറ്റേഷൻ സർവീസുകൾ കൊടുക്കുന്നു, പ്രിവെൻഷൻ രോഗപ്രതിരോധങ്ങൾ നൽകുന്നു, എഡ്യൂക്കേഷൻ പഠനങ്ങൾ നടത്തുകയും ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അപ്പോ ഇത്രയും ഫെസിലിറ്റീസ് ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫിനെയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്ത്? ഹോസ്പിറ്റൽ എന്ന് അടുത്ത ഡെഫിനിഷൻ പറയുന്നു. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? എന്താ? ഹോസ്പിറ്റലിലെ പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്റ്റാഫുകള് അവരുടെ നോളജും സ്കില്ലും എന്തിനുപയോഗിക്കുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ വർക്ക് ചെയ്യാനും അപ്ലയൻസുകളിലും ഒക്കെ അവരുടെ നോളജും സ്കില്ലും ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് ഒരു ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളത് എന്താണ്? ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാന ഫംഗ്ഷൻ ആണ്, അല്ലെ? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഷ്യന്റ് വന്നാൽ ആ പേഷ്യന്റിന്റെ രോഗനിർണയം നടത്തുകയും ചികിത്സ നൽകുകയും ചെയ്യണം. കൂടാതെ ആ രോഗിയുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ പരിചരണം, അല്ലെ? അവരെ തിരിച്ച ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് കൂടി ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാന ഫംഗ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ ഈ ഒരു ഡെഫിനിഷനും കൂടിയാണ് പഠിക്കാനുള്ളത്. എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഡെഫിനിഷൻ. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO ഒരു ഡെഫിനിഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ? എന്താണ് ഹോസ്പിറ്റലിനെ പറ്റി പറയുന്നത് നോക്കാം. A hospital is an integral part of a medical and social organization. എന്താണ് ഓർഗനൈസേഷൻ? സംഘടനകൾ, അല്ലെ? അപ്പോ മെഡിക്കൽ ആൻഡ് സോഷ്യൽ സംഘടനകളുടെ ഒരു ഇന്റഗ്രൽ പാർട്ട്. എന്താണ് ഇന്റഗ്രൽ പാർട്ട്? അവിഭാജ്യ ഘടകമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ? ഹോസ്പിറ്റലിന്റെ പ്രധാന ഫംഗ്ഷൻ ആണ് പറയാൻ പോകുന്നത്. The function of which is to provide for the population complete health care, both curative and preventive. എന്താണ് പറയുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അതായത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ് രീതിയിൽ. എന്താണ് ക്യൂറേറ്റീവ്? രോഗമുക്തിയും. പ്രിവെൻഷൻ എന്ന് പറയുന്നത് പ്രതിരോധാത്മകവും. അപ്പോ രോഗമുക്തി നൽകുകയും പ്രതിരോധാത്മകവുമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, അതായത് പൂർണ്ണ അല്ലെങ്കിൽ സമ്പൂർണ്ണ ആരോഗ്യ പരിചരണം ആർക്ക് നൽകണം? ജനങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഓക്കെ, and whose outpatient services reach out to the family and its home environment.
ഇനി ഔട്ട് പേഷ്യന്റ് സർവീസുകൾ എന്താണ്? ഔട്ട് പേഷ്യന്റ് സർവീസ് അതിനെപ്പറ്റി നിങ്ങൾ പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അതൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇത്രയും മനസ്സിലാക്കുക എന്താണ് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാല്. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുന്നു, ആ ഡോക്ടറെ കാണുന്നു, എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും വരിക അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു ദിവസം മാത്രം അഡ്മിറ്റ് ആവില്ല. നമ്മളിപ്പോ ഒരു ഡോക്ടർ എന്തെങ്കിലും ഒരു പനിയോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവില്ലേ? അപ്പൊ അവിടെ പോകുമ്പോൾ എന്താ? ഡോക്ടറെ കാണുന്നു, ഒപ്പിച്ചിട്ടെടുക്കുന്നു, നമ്മൾ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ എന്താണ് വേണ്ട ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ മെഡിക്കേഷൻസ് മരുന്നുകളാണ് വേണ്ടതെന്നുള്ളത് എഴുതി തരുന്നു, നമ്മൾ തിരിച്ചു പോരുന്നു അല്ല അത് വാങ്ങിയിട്ട് തിരിച്ചു പോരുന്നു. അപ്പൊ അതുപോലെ ഒരു 1 ഡേ അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെലവഴിക്കുള്ളൂ അല്ലെ. അതേസമയം ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിന്റെ ആ ഒരു അവരെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന എന്താണ് ഡോക്ടറെ കാണാനായിട്ട് ഒ പിയിൽ വരുന്ന ഡോക്ടർ അല്ലെ പേഷ്യൻസ് ആണ് ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. അവരവിടെ എന്താണ് താമസിക്കില്ല, ചികിത്സയ്ക്ക് വേണ്ടി അവർക്ക് താമസിക്കേണ്ടതായിട്ട് വരാറില്ല. അവരെന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ല. അതാണ് ഔട്ട് പേഷ്യന്റ് സർവീസുകളിൽ വരുന്നത്. ഇൻ പേഷ്യന്റ് എന്ന് പറയുന്നത് അഡ്മിറ്റ് ആയിട്ട് അവിടെ ചികിത്സ തുടങ്ങുന്ന പേഷ്യൻസും ഔട്ട് പേഷ്യന്റുകൾ എന്ന് പറയുന്നത് എന്താ? ഇതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി വന്ന് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ബന്ധപ്പെട്ട കുറച്ച് സേവനങ്ങളുണ്ട്. ആ സേവനങ്ങൾ എങ്ങനെ എത്തണം എന്നാണ് പറയുന്നത്? അവരുടെ പേഷ്യൻസിന്റെ ഫാമിലിയിലോട്ടും അവരുടെ ഹോം എൻവയോൺമെന്റിലോട്ടും എത്തിക്കുക എന്നുള്ളതാണ്. And the hospital is also a center for the training of health workers and biosocial research. അതുകൊണ്ട് തന്നെ പിന്നെ കൂടാതെ എന്താണ് ഒരു കാര്യം പറയുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇന്ത്യന്റെയൊക്കെ സെന്ററുകളാണെന്നാണ് പറയുന്നത്. ഹെൽത്ത് വർക്കേഴ്സിന്റെ അല്ലെ അവരുടെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ ബയോസോഷ്യൽ റിസർച്ചുകൾ അല്ലെ ഗവേഷണങ്ങൾ നടത്തുന്നതിന്റെ ഒക്കെ ഒരു സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷനിൽ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ, മെഡിക്കൽ ആൻഡ് സോഷ്യൽ സംഘടനകളുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് വരുന്നത് എന്താണ്? ഹോസ്പിറ്റലിനെ പറ്റി ഒരു ഫംഗ്ഷനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. എന്താണ് ഫംഗ്ഷൻ? ദ ഫംഗ്ഷൻ ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ദ പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. എന്താണ്? ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. എന്താണ്? രോഗശമനവും പ്രതിരോധാത്മകവുമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ആരോഗ്യ പരിചരണം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO പറയുന്നത്. ഓക്കെ, ആൻഡ് ഹൂസ് ഔട്ട് പേഷ്യന്റ് സർവീസസ് അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ അവരുടെ ഫാമിലിയിലേക്കും ഹോം എൻവയോൺമെന്റിലേക്കും എത്തിച്ചു കൊടുക്കുക. ആൻഡ് ദ ഹോസ്പിറ്റൽ ഈസ് ഓൾസോ എ സെന്റർ ഫോർ ദ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ബയോസോഷ്യൽ റിസർച്ച് അല്ലെ ഗവേഷണങ്ങൾ നടത്താനും ഹെൽത്ത് വർക്കേഴ്സിന്റെ ട്രെയിനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ കൂടിയാണ് ഹോസ്പിറ്റലുകൾ എന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയാനുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് അല്ലെ, വളരെ സിമ്പിൾ അല്ലെ. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റല് പോലെയുള്ള ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പൈസ് ഈ 4 വേർഡും ഏത് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ വേർഡ് ഹോപ്സിൽ നിന്ന്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഹോസ്പ്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്സ് എന്തൊക്കെയാണ്? ഒരാൾ പറയാമോ? ഗസ്റ്റ് ഓർ വിസിറ്റ്. ഗസ്റ്റ് ഓർ വിസിറ്റർ. വെരി ഗുഡ്. ഇനി നീതു എന്ന് പറഞ്ഞേ അടുത്ത മീനിങ് എന്താണ് പറയുന്നത്? One who provides lodging or entertainment for a guest or visitor. Okay, very good. Then Brinda. അടുത്ത മീനിങ് എന്താ പറഞ്ഞത്? 3 മീനിങ്സ് ആണ് പറഞ്ഞത് അല്ലെ. മൂന്നാമത് എന്താ പറഞ്ഞേ? ഏതാ മീനിങ്? മൂന്നാമതായി പറഞ്ഞ മീനിങ് ഏതാ? A place where guest is received. ഓക്കെ, അപ്പോ
ഈ 3 മീനിങ്സും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്കൊരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. അതിലെ ബാക്കി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്തത് ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽസിലെ ആ ഡെഫിനിഷൻ, അതായത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിട്ടില്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് എന്താണ് അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഓരോ ഡെഫിനിഷൻ പ്രധാനമായിട്ട് 2 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരു ഡെഫിനിഷനും ഉണ്ട്. അങ്ങനെ 2 ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആ 2 ഡെഫിനിഷൻസിലും 2 രീതിയിലാണ് ഹോസ്പിറ്റലിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോ ആ 2 ഡെഫിനിഷൻസിലും എന്തൊക്കെയാണ് ഹോസ്പിറ്റലിനെ പറ്റി പറയുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ അത് 2 ഡെഫിനിഷനിലും ഏതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ഓക്കെ, അപ്പോ ഈ 2 ഡെഫിനിഷനും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുക, അതിൽ എന്തൊക്കെ പോയിന്റ്സുകൾ മെയിൻ ആയിട്ട് ആ ഡെഫിനിഷൻ ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിലെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? ആരെങ്കിലും ഒരാൾ പറയാമോ? എന്താണ് പ്രധാനമായിട്ടും? പ്രൊവൈഡ് പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. എങ്ങനെയുള്ളതായിരിക്കണം? അല്ലെ, അതായത് രോഗപ്രതിരോധവും അതുപോലെ രോഗശമനം നൽകുന്നതും രോഗപ്രതിരോധം നൽകുന്നതുമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ആരോഗ്യ പരിചരണം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രധാന ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ എടുത്ത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് ഡെഫിനിഷനിൽ വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ ഈ ചാപ്റ്റർ? ക്ലിയർ ആയോ എടുത്തത്? ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽ ഹിസ്റ്ററീസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഇപ്പൊ ഹോസ്പിറ്റൽസിന്റെ ഹിസ്റ്ററി അല്ലെ, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രം അല്ലെ. ഹോസ്പിറ്റൽസ് നാം ഇന്ന് കാണുന്ന ഹോസ്പിറ്റൽസ് ഇങ്ങനെ തന്നെയായിരുന്നു പണ്ട് കാലങ്ങളില്? അല്ല അല്ലെ, ഒരുപാട് വ്യത്യാസങ്ങള് പണ്ട് കാലങ്ങളിൽ ഓരോ കാലഘട്ടങ്ങൾ കഴിയും തോറും ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ ഒത്തിരി അധികം വ്യത്യാസങ്ങളും ഒത്തിരി അധികം പരിണാമങ്ങളും സംഭവിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലെ. അപ്പോ ആ ഹിസ്റ്ററീസ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ കാലഘട്ടങ്ങളിലൂടെയാണ് ഹോസ്പിറ്റലിന്റെ ആ ഒരു എവല്യൂഷൻ കടന്നു പോയത്, അല്ലെങ്കിൽ ആ ഒരു പരിണാമങ്ങൾ സംഭവിച്ചത്, എന്തൊക്കെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു, ഒക്കെ ഓരോ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലെയും ഹോസ്പിറ്റൽസ് എങ്ങനെയുള്ളതായിരുന്നു എന്നൊക്കെ വളരെ ഷോർട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് നോട്ട് തന്നിരിക്കുന്നത്. കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷെ അത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കാനും നിങ്ങൾക്ക് ഈ പോർഷനിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD. അതായത് എന്താണ്? ഹോസ്പിറ്റൽസിന്റെ ആദ്യകാല പീരീഡ് ആണ്. ആദ്യകാല പീരീഡ് ആയിട്ടുള്ള BC 500 AD എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തില് എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ഫീൽഡുകളില് ആ സമയത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടുത്തെ ട്രീറ്റ്മെന്റുകള്, എങ്ങനെയായിരുന്നു അവിടുത്തെ ഡോക്ടേഴ്സ്, പിന്നെ അവിടെ എന്തെങ്കിലും വേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു പീരീഡില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാസ് ഓൾവേസ് റെക്കഗ്നൈസ്ഡ് ആസ് റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്. എന്താണ്? ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്. എന്താണ്? മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും ചടങ്ങുകളായിട്ടുമായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും ചടങ്ങുകളായിട്ടുമായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. Then priests were
ഓൾസോ ഫിസിഷ്യൻസ് ഓർ മെഡിസിൻ മെൻ. അപ്പൊ പ്രീസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പുരോഹിതന്മാര് അല്ലെ. അപ്പൊ പ്രീസ്റ്റുകൾ ആരാണ്? പുരോഹിതന്മാരായിരുന്നു. ഫിസിഷ്യൻ ആ സമയത്ത് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ മെഡിസിൻ മെൻ ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്, അതായത് ഡോക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത് ആരായിരുന്നു? പ്രീസ്റ്റുകളായിരുന്നു. ഓക്കെ, then they are caring for spirits, mind and body. അപ്പോ ഈ പുരോഹിതന്മാര് എന്ത്? മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും പരിചരിക്കുന്നവരായിരുന്നു. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്, മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും ചടങ്ങുകളായിട്ടുമായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? പ്രീസ്റ്റുകളായിരുന്നു അവിടെ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ മെഡിസിൻ മെൻ ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്, പുരോഹിതന്മാര്. ഇനി ഈ പുരോഹിതന്മാർ എന്തിനെ പരിചരിക്കുന്നവരായിരുന്നു? ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പരിചരിക്കുന്നവരായിരുന്നു ഈ പ്രീസ്റ്റുകൾ എന്ന് പറയുന്നത്. Then priests or doctors came under the ruling class with great political influence. അപ്പോ ഈ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പ്രീസ്റ്റുകൾ തന്നെയാണ് അന്നത്തെ കാലത്ത് ഡോക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. അവരെങ്ങനെയുള്ളവരായിരുന്നു? came under the ruling class, അതായത് ഭരണവർഗത്തിൽപ്പെട്ടവരും വിത്ത് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, വലിയ രീതിയിലുള്ള എന്താ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമായിരുന്നു ഈ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാർ എന്ന് പറയുന്നത്. Then temples or hospitals were also meeting places. അപ്പോ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഡോക്ടേഴ്സ്, അതുകൊണ്ട് തന്നെ ഈ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ആരാധനാലയങ്ങളായിരുന്നു അവരുടെ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് അല്ലെ. പുരോഹിതന്മാരായിരുന്നു അവിടെ ഡോക്ടേഴ്സ് ആയിരുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ ആരാധനാലയങ്ങളായിരുന്നു അവിടെ എന്തായിട്ട് ആക്ട് ചെയ്തിരുന്നത്? ഹോസ്പിറ്റലുകളായിട്ട് ആക്ട് ചെയ്തിരുന്നത്. അപ്പൊ ടെമ്പിൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നതായിരുന്നു അവരുടെ മീറ്റിംഗ് പ്ലേസസ് എന്ന് പറയുന്നത്. അപ്പോ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പറഞ്ഞത്? നമ്മള് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ അല്ലെ. ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും ചടങ്ങുകളായിട്ടുമായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, ദെൻ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാരായിരുന്നു അവിടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. അവരെന്തിനെയൊക്കെ പരിചരിക്കുന്നവരായിരുന്നു? ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പരിചരിക്കുന്നവരായിരുന്നു ഈ പുരോഹിതന്മാർ. ഓക്കെ, അവരെങ്ങനെയുള്ള ക്ലാസ്സിലാണ് വരുന്നത്? റൂളിംഗ് ക്ലാസ് അല്ലെ, ഭരണവർഗത്തിൽപ്പെട്ടവരും ഒരു ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവരുമായിരുന്നു ഈ പുരോഹിതന്മാർ അല്ലെങ്കിൽ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ടെമ്പിൾസ് അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളായിരുന്നു അവിടെ ഹോസ്പിറ്റലുകളായിരുന്നത്, അവിടെയാണ് അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഈ അല്ലെങ്കിൽ ഈ ഒരു പീരിയഡില് നമുക്ക് 5 ഹോസ്പിറ്റൽസിനെ പറ്റി പഠിക്കാനുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ ആണ് മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസ്, സെക്കൻഡ് വൺ ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, തേർഡ് വൺ റോമൻ ഹോസ്പിറ്റൽസ്, ആൻഡ് ഫോർത്ത് വൺ അറബിക് ഹോസ്പിറ്റൽസ്, ആൻഡ് ഫിഫ്ത് വൺ ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, 5 ഹോസ്പിറ്റൽസിനെ പറ്റി പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ ഏതാണ്? മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹോസ്പിറ്റലിനെ നോക്കാം. മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, then medicine as an organized being first appeared 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. അപ്പോ മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്നത് എവിടെയുള്ള പ്രദേശമാണ്? ആൻഷ്യൻ റീജിയൻ ഓഫ് സൗത്ത് വെസ്റ്റ് ഏഷ്യ അല്ലെ, തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന നഗരമാണ് എന്തെന്ന് പറയുന്നത്? പുരാതന പ്രദേശമാണ് മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. സൗത്ത് വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ് മെസോപ്പൊട്ടേമിയ. ക്ലിയർ ആയോ? ഇനി ഈ മെസോപ്പൊട്ടേമിയയില് 4000 വർഷങ്ങൾക്ക് മുമ്പാണ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, അപ്പൊ മെസോപ്പൊട്ടേമിയക്ക് ഒരു പ്രത്യേകത എന്താണ്? മെഡിസിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്പിയർ ചെയ്തത് എവിടെയാണ്? മെസോപ്പൊട്ടേമിയയിലാണ് അല്ലെ. അപ്പൊ മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസിലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ്.
ഈ മെസ്സപ്പൊട്ടേമിയയിലാണ് 4000 വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, ഹമ്മുറാബിസ് കോഡ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. ഹമ്മുറാബിസ് കോഡ് 1728 to 1686 BC was the rule for the practice of doctors. അപ്പോ ആ കാലഘട്ടങ്ങളില് ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള റൂൾ അല്ലെങ്കിൽ നിയമമായിട്ട് ആക്ട് ചെയ്തത് ഏതായിരുന്നു? ഹമ്മുറാബിസ് കോഡ് ആയിരുന്നു. ഓക്കെ, ഹമ്മുറാബിസ് കോഡ് ആയിരുന്നു. ഇനി ഈ ഹമ്മുറാബിസ് കോഡ് ആരാണ്? ഹമ്മുറാബിയെ പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹമ്മുറാബി അറിയോ ആർക്കെങ്കിലും? ഹമ്മുറാബി കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. പല്ലിന് പല്ല് എന്ന് പറയുന്ന ആ നിയമം കൊണ്ടുവന്നത് ഹമ്മുറാബിയാണ്. ആ ശരി. ഇനി അദ്ദേഹമേ ആരായിരുന്നു അറിയോ? ആരായിരുന്നു അദ്ദേഹം? ഒരു പുരോഹിതനല്ലായിരുന്നോ? അദ്ദേഹം ഒരു രാജാവായിരുന്നു. ഓക്കെ, അദ്ദേഹം ഒരു രാജാവായിരുന്നു. ഈ ഹമ്മുറാബി എന്ന് പറയുന്നത് ഒരു രാജാവായിരുന്നു. എവിടെയാണ്? ഈ മെസ്സപ്പൊട്ടേമിയയിലെ ഒരു ആൻഷ്യൻ ഒരു പുരാതന പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ പേരാണ് ബാബിലോൺ എന്ന് പറയും. ഒരു പുരാതന നഗരം. ആ നഗരമാണ് ബാബിലോൺ. എവിടെയുള്ളതാണ്? മെസ്സപ്പൊട്ടേമിയയിലെ ഒരു പുരാതന നഗരമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. ഈ ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഈ ഹമ്മുറാബി. ഓക്കെ, 6ാമത്തെ രാജാവായിരുന്നു അദ്ദേഹം ചില നിയമാവലികൾ തയ്യാറാക്കി. അതായത് ഈ ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത് ഒരു നിയമ സംഹിതയാണ്. കുറെ അധികം നിയമങ്ങളുള്ള ഒരു നിയമ സംഹിതയാണ്, അല്ലെങ്കിൽ ഒരു നിയമാവലിയാണ് ഈ ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ഹമ്മുറാബി എന്ന് പറയുന്ന രാജാവാണ് അല്ലെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് കൂടി കൂട്ടി അതൊരു ഹമ്മുറാബിസ് കോഡ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോ ആ രാജാവ് ഇതൊരു 7 അടി 4 ഇഞ്ച് ഉയരമുള്ള ഒരു ശിലയിലാണ് അദ്ദേഹം ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ നിയമങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അദ്ദേഹം നിയമങ്ങൾ ഉണ്ടാക്കിയത് കുറ്റവാളികൾക്ക് തക്കതായ പിഴയും ശിക്ഷയും കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അപ്പൊ കുറ്റവാളികൾക്ക് തക്കതായ പിഴയും ശിക്ഷയും കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റില്. അപ്പൊ അന്നാളില് എല്ലാ നിയമങ്ങളും എന്ന് പറയുന്നത് ഒരു കുറ്റം ചെയ്തു എന്ന് ഒരാൾ ആരോപിച്ചാൽ പോലും അവരെന്താണ് അത് കുറ്റം അവർക്ക് അത് നിഷേധിക്കാൻ തെളിയിക്കാൻ അവരത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് അന്നത്തെ കാലങ്ങളില് നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നിരപരാധികൾക്ക് കുറ്റവാളിയല്ല എന്ന് തെളിയിക്കാനായിട്ട് ഒരു അവസരം നൽകുന്ന ആദ്യകാല നിയമങ്ങളിൽ ഒന്നാണ് ഈ ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹമ്മുറാബി എന്ന് പറയുന്നത് എന്താണ്? ഈ മെസ്സപ്പൊട്ടേമിയയിലെ ഒരു പുരാതന പ്രദേശം അല്ലെങ്കിൽ പുരാതന നഗരമായിട്ടുള്ള ബാബിലോണിലെ രാജാവ് 6ാമത്തെ രാജാവാണ് ഹമ്മുറാബി. ഓക്കെ, അദ്ദേഹം ചില നിയമാവലികൾ തയ്യാറാക്കുകയും അതൊരു നിയമസംഹിതയായി മാറി. ആ നിയമസംഹിതയാണ് നമ്മൾ ഹമ്മുറാബിസ് കോഡ് എന്ന് വിളിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷകളും പിഴകളും ഒക്കെ നൽകണം എന്നാണ് അദ്ദേഹത്തിന്റെ ആ നിയമാവലിയിൽ പറയുന്നത്. കൂടാതെ എന്താണ് പറയുന്നത്? ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, എന്താണ്? നിരപരാധികൾക്ക് എന്താണ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് ഒരു അവസരം നൽകുന്ന ആദ്യകാല നിയമങ്ങളിൽ ഒന്നും കൂടിയാണ് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നു. അപ്പോ അന്ന് കാലങ്ങളിൽ മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസിന്റെ ആ ഒരു കാലഘട്ടത്തില് അവരുടെ ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയുള്ള റൂളായിട്ട് അല്ലെങ്കിൽ നിയമമായിട്ടും ഈ ഹമ്മുറാബിസ് കോഡിനെ ഉപയോഗിച്ചിരുന്നു. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കില്ലല്ലോ ഈ വ്യക്തികളെ ഒന്നും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from Sumer in ancient Babylon. നമ്മുടെ ബാബിലോണിന്റെ കാര്യം പറഞ്ഞില്ലേ അല്ലെ? ഒരു പുരാതന മെസ്സപ്പൊട്ടേമിയയിലെ ഒരു പുരാതന നഗരമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. ഈ ബാബിലോണിലെ ഒരു സ്ഥലമാണ് സുമർ. ഓക്കെ, ഈ ബാബിലോണിലെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് സുമർ എന്ന് പറയുന്നത്. ഈ സുമർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുമാണ് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ എന്താണ്? ആദ്യത്തെ
രേഖപ്പെടുത്തിയ കുറിപ്പടി അല്ലെ, നമ്മൾ കുറിപ്പടി ഡോക്ടർ കുറിപ്പടി എഴുതി തരില്ലേ, നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരില്ലേ, ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ തുടർന്ന് എന്തൊക്കെ ചികിത്സകൾ നടത്തണം എന്നുള്ളതിന് ഒരു കുറിപ്പടി എഴുതി തരില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് റെക്കോർഡിംഗ് പ്രിസ്ക്രിപ്ഷൻ, അതായത് ആദ്യം രേഖപ്പെടുത്തിയ കുറിപ്പടി എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു എന്നാണ് പറയുന്നത്? പുരാതനമായിട്ടുള്ള ബാബിലോണിലെ സുമറിൽ നിന്ന് വന്നു എന്ന് പറയുന്നു. ഓക്കെ, ബാബിലോണിലെ സുമറിൽ നിന്നാണ് വന്നത്. ഇത്രയുമാണ് മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസിനെ പറ്റി പറയുന്നത്. മെസ്സൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞേ? ആദ്യം അല്ലെ, മെസ്സൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന ആ ഒരു റീജിയൻ എവിടെയുള്ളതാണ്? സൗത്ത് വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? മെസ്സൊപ്പൊട്ടേമിയ എന്ന് പറയുന്നത് അല്ലെ. ആ മെസ്സൊപ്പൊട്ടേമിയയില് 4000 വർഷങ്ങൾക്ക് മുൻപാണ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടിയാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. എവിടെയാണ് ആദ്യമായിട്ട് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത്? എവിടെയാണ് ഫസ്റ്റ് അപ്പിയർ ചെയ്തത്? എവിടെയാണ്? മെസോപ്പൊട്ടേമിയ. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ അടുത്തത് എന്താണ് രണ്ടാമത് പോയിന്റ് പറയുന്നത്? ഹമ്മുറാബിസ് കോഡ് അല്ലെ. ഹമ്മുറാബിസ് കോഡ് പറയുന്നു. ആ ഹമ്മുറാബിസ് കോഡ് ആ കാലഘട്ടങ്ങളിൽ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു? ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ് അല്ലെ. നിയമമായിരുന്നു. ആരുടെ? ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള റൂൾ അല്ലെങ്കിൽ നിയമമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഹമ്മുറാബിസ് കോഡ് ആയിരുന്നു. ഓക്കെ, മൂന്നാമത് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്തായിരുന്നു? ബാബിലോണിലെ ആൻഷ്യൻ ബാബിലോണിലെ പുരാതനമായിട്ടുള്ള ബാബിലോൺ നഗരത്തിലെ പ്രദേശമാണ് സുമർ. ഈ സുമറിൽ നിന്നുമാണ് ആദ്യത്തെ റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ രേഖപ്പെടുത്തിയ കുറിപ്പടി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഹോസ്പിറ്റൽ ആണ് ഗ്രീക്ക് ഹോസ്പിറ്റൽസ്. രണ്ടാമത്തെ ഹോസ്പിറ്റൽസ് ആണ് ഗ്രീക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അതിന്റെ കാലഘട്ടം എത്രയാണ്? പീരിയഡ് 460 to 136 BC കാലഘട്ടം. ഓക്കെ, ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയായിരുന്നു നോക്കാം. ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക്, റിലീജിയസ് റിച്വൽസ്. എന്താണ്? മന്ത്രവാദപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ള ആചാരവും ഒക്കെ ആയിട്ടായിരുന്നു അവിടെ ഗ്രീക്ക് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റുകൾ നടന്നിരുന്നത്. ഓക്കെ, അപ്പൊ ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? മന്ത്രവാദപരവും മതപരവുമായിട്ടുള്ള ആചാരങ്ങളായിട്ടായിരുന്നു അവിടെ ഗ്രീക്ക് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റുകൾ നടന്നിരുന്നത്. അവിടെയും ഒരു വ്യക്തിയെ പഠിക്കാനുണ്ടല്ലോ, ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 460 to 370 BC. ഓക്കെ, 460 to 370 BC ആണ് ഹിപ്പോക്രാറ്റസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, he is the father of medicine. Who is the father of medicine? Hippocrates. നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ഒബ്ജക്റ്റീവ് ആയിട്ട്. ഹിപ്പോക്രാറ്റസ് ആണ് ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഹിപ്പോക്രാറ്റസിനെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്? ഹിപ്പോക്രാറ്റസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഹിപ്പോക്രാറ്റസ്? കേട്ടിട്ടുണ്ട്. ഫാദർ ഓഫ് മെഡിസിൻ. ആരായിരുന്നു അദ്ദേഹം? ഫാദർ ഓഫ് മെഡിസിൻ എന്ന് മാത്രമാണ് അറിയാവുള്ളൂ അല്ലെ. അപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് എന്ന് നോക്കാം നമുക്ക്. കാരണം ഒരു വ്യക്തിയെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഹിപ്പോക്രാറ്റസിനെ പറ്റി പഠിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രീക്കുകാരുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാല് ഈ അസുഖങ്ങൾ വരുന്നത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദൈവന്മാരുടെ കോപം മൂലമാണ് അസുഖങ്ങൾ വരുന്നത് എന്നാണ് ഗ്രീക്കുകാർ വിശ്വസിക്കുന്നത്. ദേവന്മാരുടെ കോപം മൂലമാണ് അസുഖങ്ങൾ വരുന്നത് എന്നാണ് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിലുള്ള ആളല്ലേ ഹിപ്പോക്രാറ്റസ്, അദ്ദേഹം
എന്താണ് ഇങ്ങനെയുള്ള മതവിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അപ്പോ അദ്ദേഹം എന്താണ് ആ കാലഘട്ടത്തില് അദ്ദേഹത്തിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ലായിരുന്നു. കാരണം എല്ലാവരും വിശ്വസിച്ചിരുന്നത് എങ്ങനെയാണ്, മന്ത്രവാദപരവും മതപരവുമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെന്റുകൾ നടത്തേണ്ടത്. അപ്പോൾ ദൈവങ്ങളിൽ നിന്നുള്ള കോപങ്ങൾ മൂലമാണ് ഇങ്ങനെ രോഗങ്ങൾ വരുന്നത്. അങ്ങനെയുള്ള കുറെ അധികം അനാചാരങ്ങളും എന്താണ് മതപരമായിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ കാലഘട്ടത്തില് ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്നിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഒരു പ്രതികൂല സാഹചര്യമല്ലേ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഉണ്ടായിരുന്നതെങ്കിൽ കൂടിയും അദ്ദേഹം അതിനെ ശക്തമായിട്ട് എതിർത്തൊരു വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു മനുഷ്യന് ഒരു അസുഖം വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വരികയാണെങ്കിൽ അതൊരിക്കലും ദൈവങ്ങളുടെ കോപം മൂലമോ അങ്ങനെയുള്ള റീസൺസ് കൊണ്ടല്ല, മറിച്ച് എങ്ങനെയാണ് അദ്ദേഹം അന്നാളിൽ പറഞ്ഞത്, പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ മൂലമാവാം, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാവാം രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഹിപ്പോക്രാറ്റസ് അന്ന് ആളുകളിൽ പറഞ്ഞു വെച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ അദ്ദേഹം എന്താണ് ഇവരുടെ അവിടുത്തെ ആളുകളുടെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും നേരെ മാറി വേറൊരു തലത്തിലാണ് അദ്ദേഹം ആ ഒരു മെഡിസിനെ നോക്കിക്കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെയുള്ള രീതികളാണ്, അങ്ങനെ ഒരു അപ്രോച്ച് ആയിരുന്നു മെഡിസിനൽ ഫീൽഡിൽ കൊണ്ടുവന്നത്. അതാണ് അദ്ദേഹത്തിന്റെ അടുത്തതായിട്ട് പറയുന്നത് യൂസ് ടു ലോജിക്കൽ, അതായത് എന്താണ് യുക്തിപരമായിട്ടും നോൺ റിലീജിയസ് അപ്രോച്ച് ആണ് കൊണ്ടുവന്നത്. എന്താണ് നോൺ റിലീജിയസ്, മതപരമല്ലാത്തതായിട്ടുള്ള രീതിയിലുള്ളതും യുക്തിപരമായിട്ടുള്ളതുമായ ഒരു അപ്രോച്ച് ഹോസ്പിറ്റൽ മേഖലയിൽ അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്രത്തിൽ കൊണ്ടുവരികയും അന്ധവിശ്വാസങ്ങളെയും മന്ത്രവാദങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെയല്ല ഒരു ട്രീറ്റ്മെന്റുകൾ പേഷ്യൻസിന് കൊടുക്കേണ്ടത് എന്ന് ശക്തമായി വാദിച്ച ഒരാളാണ് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒത്തിരി സ്റ്റുഡൻസിനൊക്കെ അതുമായി ബന്ധപ്പെട്ട കുറെ പഠനങ്ങൾ നടത്തുകയും അത് മെഡിസിനൽ ഫീൽഡിൽ ഉപയോഗിക്കുകയും ഒത്തിരി പേരെ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അതിനു വേണ്ടി അറിവുകൾ പകർന്നു നൽകുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എങ്ങനെയുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു മെഡിസിനൽ ഫീൽഡിൽ കൊണ്ടുവന്നിരുന്നത്, ലോജിക്കൽ അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ളതും ഒരു നോൺ റിലീജിയസ് അപ്രോച്ച്, മതപരമല്ലാത്തതുമായിട്ടുള്ള ഒരു അപ്രോച്ച് മെഡിസിനൽ ഫീൽഡിൽ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഹോസ്പിറ്റൽ ഏതായിരുന്നു പറഞ്ഞ, ഗ്രീക്ക് ഹോസ്പിറ്റൽ ആയിരുന്നു അല്ലെ. ഇതിന്റെ പീരീഡ് എത്രയായിരുന്നു, 460 to 136 BC ആയിരുന്നു അല്ലെ. അപ്പൊ അവിടെ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, മാജിക് ആൻഡ് റിലീജിയസ് റിച്വൽസ് അല്ലെ, മന്ത്രവാദപരവും മതപരവുമായിട്ടുള്ള ആചാരങ്ങളായിട്ട് തന്നെയായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റലിലും ട്രീറ്റ്മെന്റുകൾ നടന്നിരുന്നത്. എന്നാൽ ഹിപ്പോക്രാറ്റസിന്റെ വരവോടുകൂടി അവിടെ എങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹം കൊണ്ടുവന്നത്, ലോജിക്കൽ യുക്തിപരമായിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ മതപരമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ വഴിയാണ് മെഡിസിനൽ ഫീൽഡിൽ അദ്ദേഹം അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ഹോസ്പിറ്റൽസ് ഏതാണ്, റോമൻ ഹോസ്പിറ്റലുകൾ അല്ലെ. റോമൻ ഹോസ്പിറ്റൽസിന് എന്താണ് പ്രത്യേകത, റോമൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ by 1st century BC the Roman was the first to make institutional the care of the sick and the injured. അപ്പോ എന്താണ് ഒരു സ്ഥാപനവൽക്കരിച്ച ഒരു ഹോസ്പിറ്റൽ, ഇത്രയും നാളെ ടെമ്പിൾസ് അങ്ങനെയുള്ള ആരാധനാലയങ്ങളായിരുന്നു ഹോസ്പിറ്റലുകളായിരുന്നത് അല്ലെ. എന്നാൽ റോമൻകാരാണ് ആദ്യമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഹോസ്പിറ്റലായിട്ട് ഒരു സ്ഥാപനം വേണം എന്നുള്ളത് മനസ്സിലാക്കിയതും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ പ്രൊവൈഡ് ചെയ്തതും റോമൻകാരായിരുന്നു 1st century BC കാലഘട്ടത്തിൽ. അവിടെ ആ റോമൻ ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്തിൽ അവിടെ മിലിറ്ററി ഹോസ്പിറ്റൽസ് എന്താണ്, സൈനികർക്കായിട്ടുള്ള ആശുപത്രികളും അടിമകൾക്കായിട്ടുള്ള ആശുപത്രികളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ റോമൻ ഹോസ്പിറ്റലിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. അവർ 1st century BC ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനവൽക്കരിച്ച ഒരു പരിചരണം രോഗികൾക്ക് കൊടുക്കുന്നത് ആരായിരുന്നു, ആദ്യമായിട്ട് റോമൻകാരായിരുന്നു, റോമൻ ഹോസ്പിറ്റൽസ് ആണ്. എന്താണ് അവിടെ എങ്ങനെയാണ് മിലിറ്ററി ഉണ്ട് അല്ലെ, മിലിറ്ററി ഹോസ്പിറ്റലുകളും സ്ലേവുകൾ അല്ലെങ്കിൽ അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകളും ഉണ്ടായിരുന്നു. ഓക്കെ, സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമകൾ അല്ലെ, മിലിറ്ററി എന്ന് പറഞ്ഞാൽ സൈനികര് അല്ലെ, അല്ലെങ്കിൽ പട്ടാളക്കാർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇന്ന് ഇത്രയും 3 ഹോസ്പിറ്റൽസിനെ പറ്റി പറയുന്നുള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ബാക്കി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല മാഡം. ഇല്ല. ഇല്ല. ക്ലിയർ ആയിരുന്നോ? ലാസ്റ്റ് റോമൻ ഒന്നും കൂടി പറയാ മിസ്. ഓക്കെ, റോമൻ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ അതിൽ 2 പോയിന്റ് ആണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. റോമൻ ഹോസ്പിറ്റലില് 1st സെഞ്ചുറി BC ആയി കഴിഞ്ഞപ്പോ ഈ റോമൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റോമൻകാരാണ് എന്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ, അതായത് രോഗികൾക്കും പരിക്കേറ്റവർക്കും ഒക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഒരു സ്ഥാപനം വേണം. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനവൽക്കരിച്ച ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പരിചരണം നൽകുന്നത് റോമൻകാരായിരുന്നു. ഏത് കാലഘട്ടത്തില്? 1st സെഞ്ചുറി BCയില്. എന്നാൽ അതിനു മുൻപൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ട്രീറ്റ്മെന്റുകൾ? ടെമ്പിൾസ്, അതുപോലെയുള്ള അവരുടെ ആരാധനാലയങ്ങളായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലുകളായിരുന്നത്. എന്നാൽ റോമൻ കാലഘട്ടത്തിൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, മിലിറ്ററി ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു, സ്ലേവ് ഹോസ്പിറ്റൽസും ഈ റോമൻ ഹോസ്പിറ്റൽ കാലഘട്ടങ്ങളിൽ അവിടെ നിലനിന്നിരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാ പറയാട്ടോ. ഇല്ല ഇല്ല. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു. Thank you. Thank you, ma'am. Hello friends. Hello. പറഞ്ഞോ. ഞാൻ ഫസ്റ്റില് ഒരു അരമണിക്കൂറിന്റെ അടുത്ത് ക്ലാസ്സിൽ ജോയിൻ ആവാൻ പറ്റിയിട്ടില്ല. ആരെങ്കിലും അത് നോട്ട്സ് എഴുതിക്കണമെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുക. ഇത് നാളെയുടെ റെക്കോർഡ് ക്ലാസ് റൂമിൽ വരും. ക്ലാസ് റൂമിൽ റെക്കോർഡ് ക്ലാസ് ആയിട്ട് തന്നെ വരും. ഗ്രൂപ്പിൽ എല്ലാരും ആഡ് ആക്കിയിട്ടില്ല. മറ്റേ വാട്സാപ്പ് തുടങ്ങിയില്ലല്ലോ. നോട്ട്സ് എഴുതിയിട്ടില്ല ആരും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതിയിട്ടില്ല, ചുമ്മാ ചെറിയ പോയിന്റ് എഴുതിയിട്ടുള്ളൂ. ഇത് അവര് ഫുള്ള് ബ്രീഫ് ആയിട്ട് നമുക്ക് മലയാളത്തിലല്ലേ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നമുക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നത് നല്ലതായിരുന്നു അല്ലേ? നോട്ട്സ് ആണെങ്കിലും എഴുതാൻ അതെ അതെ. അല്ലേ? ടീച്ചർ വന്നു തോന്നേട്ടാ. എല്ലാരും മൈക്ക് ഓഫ് ആക്കിക്കൂ.